ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതെ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വ്ളോഗാണേ. അപ്പോൾ അതെ റേഷൻ അരി കൊണ്ട് ചോറ് വെച്ചു കേട്ടോ. പിന്നെ അത് കറിക്ക് മുതിരയാണ് കേട്ടോ വെക്കുന്നത്. മുതിര ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ അത് 2 ഉരുളൻകിഴങ്ങ്, പിന്നെ 2 ഉള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ടത്. അങ്ങനെ അത് പിന്നെ അത് അതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അത് ഇതിലോട്ട് അത്യാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതൊന്ന് ഈസി വെക്കുമ്പോൾ വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതൊന്ന് അരച്ചു. വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കറി ഇവിടെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു പാന് വെച്ച് അതിലേക്ക് ഇത്തിരി കടുക് ഇട്ടു. കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം 2 തണ്ട് വേപ്പിൻ്റെ ഇലയും പിന്നെ 2 ചുവന്ന മുളകും കൂടി നട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മളെ കറി ഒന്ന് ഒഴിച്ച് കൊടുത്തു. ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് അതിലേക്ക് ഒന്ന് പൊട്ടിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഈ മുതിരമ്മലൊക്കെ മിക്സ് ആവുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നാലിട്ട് കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷത്തെ ഞാൻ അരച്ച് വെച്ചിരുന്നില്ല തേങ്ങ അതൊന്ന് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 2 തണ്ട് ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുതിരക്കറി റെഡി ആയിട്ടോ. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു കുട്ടനെ കാണലുണ്ടായിട്ടോ. അവിടുന്ന് ബീഫ് കിട്ടിയിരുന്നു, അതൊന്ന് പൊരിച്ച് വെച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം അടുക്കളയൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ച് നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. അതിന് ശേഷം 2 ഏലക്കായി 2 പുതിനയുടെ തണ്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ചായ തിളച്ചു കേട്ടോ. അതിന് ശേഷം ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ ചായ സാധാരണ ഉണ്ടാക്കുന്നതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പുതിന ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഒന്ന് ചായക്ക് കടി ബേക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും ടൈമുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒന്ന് മുറ്റടിച്ച് വരിയാലും കേട്ടോ. അങ്ങനെ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ തന്നെ മുറ്റടിച്ച് വരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് വൈകുന്നേരം കച്ചറൊന്നുമില്ല കേട്ടോ. എന്നാലും ഉള്ളത് ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അടുക്കള പണികളൊക്കെ പിന്നെ രാവിലെ കഴിയൂല. അപ്പോൾ പിന്നെ വൈകുന്നേരം അടുക്കള പണികളൊന്നും കാര്യമായിട്ടില്ലല്ലോ. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ രാത്രിയൊക്കെ പിന്നെ ഇക്കാക്ക് വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. പിന്നെ രാത്രിയെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒന്നും പണിയില്ലല്ലോ. അങ്ങനെ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം വണ്ടി വന്നിട്ടോ. ഇന്ന് വൈകുന്നേരമാണ് വന്നത്. പല ടൈമിലായിരിക്കും കേട്ടോ വരിക. നടക്കണ വഴിയായത് കാരണം ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വെള്ളങ്ങളൊക്കെ കൊണ്ടുവെക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഞാനും ഇക്കയും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.